ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനുടെയും ആദർശിന്റെയും ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പം ഞാൻ പറഞ്ഞു പോറാക്കുന്നില്ല, നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. അങ്ങനെ നമ്മുടെ അനാമികയുടെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യത്തിന് ഒരു തീരുമാനമായിരിക്കുകയാണ്. പ്ലസും മൈനസും ഒക്കെ ആയിട്ട് അവിടെയും ഇവിടെയും കുറെ പാടുകളൊക്കെ ഉണ്ട് കേട്ടോ. നന്ദുവിന്റെ കൂട്ടുകാരും കൂടെ നന്നായിട്ട് കൊടുത്തു. അങ്ങനെ നമ്മുടെ വേണു പറയുകയാണ്, ദേ എനിക്കിനി ഒരു കാര്യം പറയാനുള്ളൂ മോളെ, ഇനി നമ്മൾ സൂക്ഷിച്ചും കണ്ട് നിന്ന് കഴിഞ്ഞില്ലെങ്കിൽ ആകെ പ്രശ്നമാകും. മാത്രമല്ല ദേ അവളെ അന്ന് ആ പോലീസ് ക്യാമ്പിൽ നിന്ന് വിട്ട് കളഞ്ഞെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? അവൾക്ക് ആ പോലീസ് ക്യാമ്പിൽ നിൽക്കാൻ പറ്റാതെ ആ മധുസൂദനന്റെ ആ ഒരു ടോർച്ചറിങ് സഹിക്കാൻ വയ്യാതെ അവിടെ നിന്ന് ഇറങ്ങി വന്നിരുന്നെങ്കിലോ ഒരുപക്ഷെ നമ്മളെ അവൾ ഇങ്ങനെയാണെങ്കിൽ കൊന്നു കളഞ്ഞേനെ. അല്ല, നിന്റെ ഭർത്താവ് എന്തിയെ? നിന്റെ ഭർത്താവ് ഇതൊക്കെ അറിഞ്ഞോ? ആ, എന്റെ ഭർത്താവ് ഇതൊക്കെ പിന്നെ അറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അറിഞ്ഞിട്ട് ഇപ്പൊ സന്തോഷിക്കുന്നുണ്ടായിരിക്കും. എന്നെ ഇവിടെ ഒന്ന് കൊണ്ടുവിടാൻ പോലും അവൻ തയ്യാറായിട്ടില്ല. അവനെ സത്യം പറഞ്ഞ് എനിക്ക് വേണ്ട, അവനെ ഞാൻ ഉപേക്ഷിക്കാൻ പോവുക തന്നെയാ. പക്ഷെ അങ്ങനെ ഉപേക്ഷിച്ച് കളഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഞാൻ അനന്തപുരി തറവാട്ടിൽ നിന്ന് ഇറങ്ങാൻ നോക്കി നിൽക്കുകയാണ് അവന്. ആ സമയം അവളെ അകത്തേക്ക് പിടിച്ചു കയറ്റാനായിട്ട് ആ നന്ദുവിനെ, അതിന് ഞാൻ സമ്മതിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. എനിക്ക് അവന്റെ കൂടെ ജീവിക്കാൻ ഇനി ഒരു താല്പര്യമില്ല. പക്ഷെ അവന്റെ കൂടെ വേറെ ഏതെങ്കിലും പെണ്ണ് വന്ന് ജീവിച്ചോട്ടെ, നന്ദുവിനെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കാട്ടിച്ചു തൂങ്ങി കിടക്കും എന്ന് പറഞ്ഞിട്ട് തന്നെയാ ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് പോകുന്നത്. ദേ മോളെ, ഒന്ന് സൂക്ഷിച്ചേക്കണം കേട്ടോ. എനിക്കും രേവതിക്കും കിട്ടിയ തല്ല് നിനക്ക് കിട്ടിയാലേ നീ താങ്ങൂല. അതുകൊണ്ടാ അവളെന്നെ തല്ലാൻ വരട്ടെ. അല്ല, അച്ഛനും അമ്മയും എന്താ തീരുമാനിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണെങ്കിലും ദേ ഞാൻ ഒരു കാര്യം പറയാ, ഒരു കേസുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നത് നല്ലതാ. വെറുതെ ഒരു കേസ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കൊടുത്തിടുക, അല്ലെങ്കിൽ പിന്നെ ഇനി ഇതുപോലെയുള്ള അപകടങ്ങൾ വിളിച്ചു വരുത്തി വെക്കണോ നമ്മള്? അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കേസ് കൊടുത്തിരുന്നത് നല്ലതാ. നിങ്ങൾ കേസ് കൊടുക്കാനായിട്ട് പോകണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്നാ പിന്നെ കേസ് കൊടുക്കാനായിട്ട് പോകാം, മോള് പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണു രേവതി ഇരിക്കുകയാണ്. ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്ദു പോലീസ് യൂണിഫോം ഇടാൻ പോവുകയാണ്. അങ്ങനെ SI ആയിട്ട് ആദ്യ പോസ്റ്റിംഗ് തന്നെ ആ സ്റ്റേഷൻ പരിധിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഏതായാലും അവിടെ ആ ഒരു സ്റ്റേഷൻ പരിധിയിൽ ചാർജ് എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കുറെ അനുഗ്രഹങ്ങൾ നമ്മുടെ നന്ദുവിന് മേടിക്കാനുണ്ട്. അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം മേടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങണം. അവിടെ നിന്ന് നേരെ അനന്തപുരി തറവാട്ടിലേക്ക് ചെല്ലണം. അവിടെയും അനുഗ്രഹങ്ങൾ കുറെ കിട്ടാനുണ്ടല്ലോ. മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും നയനിയുടെയും നവ്യയുടെയും എല്ലാവരുടെയും അനുഗ്രഹം വേണം. അതുകൊണ്ട് തന്നെ നമ്മുടെ നന്ദു കൂട്ടുകാരോടൊക്കെ പറയുകയാണ്, ഇനിയിപ്പം ഞാൻ പോലീസ് യൂണിഫോം ഇടാൻ പോവാടാ. പഴയതുപോലെ നിങ്ങളോട് കൂട്ടുകൂടാനൊന്നും പറ്റിയെന്ന് വരില്ല. എൻ്റെ കൂടെ നിന്ന്, അത് എന്ത് തെമ്മാടിത്തരത്തിലാണെങ്കിലും എൻ്റെ കൂടെ നിന്ന് നിങ്ങളോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പം നിങ്ങളുടെ കൂടെ എനിക്ക് എത്രത്തോളം സ്പെൻഡ് ചെയ്യാൻ പറ്റിയെന്നൊന്നും വരില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ല, അനി നിന്നെ വിളിച്ചായിരുന്നോ? അനി ഒരുപാട് തവണ എൻ്റെ ഫോണിൽ വിളിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. മിസ് കോൾ കിടക്കുന്നത് ഉണ്ടായിരുന്നു, ഞാൻ എടുത്തില്ല. അത് ശരിയാവൂലടാ, അത് ശരിയല്ല. വെറുതെ എന്തിനാ? ഒന്നാമത് എൻ്റെ ജോലിനെയും കൂടെ ബാധിക്കും, പ്രൊഫഷനെയും കൂടെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അത് തൽക്കാലം മാറ്റിവെക്കാനാണ് ഞാൻ ചിന്തിച്ചിരിക്കുന്നത്. അവൻ കുറച്ച് ദിവസം കഴിയുമ്പം അങ്ങ് മടുത്തോളും. അവനും അനാമികയും ജീവിക്കട്ടെ. നീ എന്തൊരു വർത്താനം അടി നന്ദു ഈ പറയുന്നത്? അവര് രണ്ടുപേരും ജീവിക്കട്ടെ എന്നോ? അവർ രണ്ടുപേരും ജീവിക്കുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? ആ പെണ്ണില്ലേ അനാമിക, അവൾക്ക് ആരോ ചുറ്റിക്കളിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാണ്. ഏതോ ബീച്ചിലോ അവിടെയും ഇവിടെയൊക്കെ പരിസരം മരുന്ന് വരെയാ അവര് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നത്. അത് നേരിട്ട് കണ്ടതാ അവന്. അതൊക്കെ സഹിച്ച് അവളുടെ കൂടെ ഒരുമിച്ച് ജീവിക്കുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും അത് നടക്കണ കേസല്ല. അതുകൊണ്ടാ പറഞ്ഞത്, അനാമിക അവന്റെ ജീവിതത്തിൽ നിന്ന് പോകുന്ന ആ നിമിഷം നീ ആയിരിക്കണം ആ സ്ഥാനത്ത് ചെന്ന് കയറേണ്ടത്. അതിപ്പം SI ആണെങ്കിലും വിവാഹം അരുതെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ആരും. നിങ്ങൾ വെറുതെ എൻ്റെ മനസ്സ് മാറ്റാനൊന്നും നോക്കണ്ട. എൻ്റെ മനസ്സിലിപ്പം ഞാൻ പോലീസ് യൂണിഫോം ഇട്ടുകൊണ്ട് നിൽക്കുന്ന ആ ഒരിത് മാത്രമേ ഉള്ളൂ. എൻ്റെ പ്രൊഫഷൻ അത് എനിക്ക് നല്ല രീതിയിൽ തന്നെ ആത്മവിശ്വാസത്തോടു കൂടി സമർപ്പിച്ച്, എന്നെ മുഴുവനായി സമർപ്പിച്ച് എനിക്ക് ആ ജോലി ചെയ്യണം. അതും സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ എൻ്റെ ജോലി ചെയ്യും. അതിന് കുടുംബവും കുട്ടികളും ഒക്കെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇല്ല എനിക്ക് പറ്റില്ല. അവനെ ഇനി സ്നേഹിക്കാൻ എനിക്ക് പറ്റില്ല. അവനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ അവനല്ലാതെ വേറൊരു പുരുഷനില്ല താനും. പക്ഷേ
അവർ ജീവിക്കട്ടെ അനാമികയുമായിട്ട്. അത് അതാ നല്ലത്. കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഒഴിവാക്കാനും അത് തന്നെയാണ് നല്ലത്. ഏതായാലും ഞാൻ സംസാരിച്ച് സമയം കളയുന്നില്ല. ഇനിതേ ഈ നന്ദു പഴയതുപോലെ നിങ്ങളുടെ കൂടെ കൂട്ടുകൂടാൻ ചിലപ്പോൾ കാണില്ല കേട്ടോ. അന്ന് വെച്ച് പിണങ്ങി കളഞ്ഞേക്കരുത്. മാക്സിമം സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ശ്രമിക്കാം. ഓ നന്ദു, നീ ആ പോലീസ് യൂണിഫോത്തിൽ നിന്നെ ഒന്ന് കണ്ടാൽ മതി. നീ കൂട്ടുകൂടാ വന്നില്ലെങ്കിലും ഒന്നും യാതൊരു പ്രശ്നമില്ല. ഞങ്ങളുടെ കൂടെയും ഒരു പോലീസ് ഉള്ളത് നല്ലതല്ലേ? അതെ, രണ്ടുപേരുടെയും തെമ്മാടിത്തരങ്ങളൊക്കെ അവസാനിപ്പിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കണം. ബിസിനസ് ആയിട്ടോ എന്തെങ്കിലുമൊക്കെ. എന്നും എന്നും ഇങ്ങനെ നടക്കുന്നതേ അത്രയ്ക്ക് ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. എടാ, ഈ നമ്മൾ നേടിയെടുക്കുന്ന വിജയങ്ങൾ അത് നമ്മൾ തന്നെ വിചാരിച്ചിട്ട് നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി നിന്നും ഒരുപാട് പേർ തള്ളി താഴെയിടാൻ കാണുമെങ്കിലും നമ്മൾ തന്നെ മുന്നിട്ട് ഇറങ്ങണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഈ ഒരു പ്രായത്തിൽ കഷ്ടപ്പെട്ട് വല്ല ജോലിയും കിട്ടുവാണെങ്കിൽ വയസ്സാകുമ്പോഴത്തേക്കും വല്ലതും തിന്ന് ജീവിക്കാം, കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നന്ദു പോവാണ് കേട്ടോ അവിടുന്ന്. ഏതായാലും അനി നന്ദുവിനെ ഇതിനിടയ്ക്ക് വിളിക്കുന്നത് കാണിക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാണ്, ഫോൺ എടുക്കുന്നില്ല. നമ്മുടെ നന്ദു ഫോൺ എടുക്കാൻ തയ്യാറാകുന്നതില്ല. ലാസ്റ്റ് ഗതികെട്ട് നമ്മുടെ നന്ദു ഫോൺ എടുത്തു കേട്ടോ. ഫോൺ എടുത്തിട്ട് എന്താ അനി എന്ന് ചോദിച്ചപ്പം, അത് പിന്നെ നീ വീണ്ടും ആ വീട്ടിൽ കയറി വേണുവിനെയും രേവതിനെയും എന്താ എന്താ ഇപ്പം നിനക്ക് അറിയേണ്ടത്? ഞാൻ തല്ലിയോന്നോ? അതോ നീ എന്തിനാ എന്നെ എപ്പോഴും എപ്പോഴും വിളിക്കുന്നത്? അത് പിന്നെ നന്ദു, നീ ഇങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ പിന്നെ എങ്ങനെയാ പറയേണ്ടത്? അതെ, എനിക്കിത് നിന്നെ വിളിക്കാനോ സംസാരിക്കാനോ നിന്റെ പ്രശ്നങ്ങൾ കേൾക്കാനോ ഒന്നും സമയമില്ല. ഒരു സ്റ്റേഷൻ പരിധിയിൽ എൻ്റെ ഒരു സ്റ്റേഷൻ പരിധി ഭരിക്കേണ്ട ആളാണ് ഞാൻ. അവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് നോക്കാനുണ്ട്. അതുപോലെ ഞാൻ ആദ്യമായിട്ട് പോസ്റ്റിംഗ് കയറുകയാണെങ്കിലും എൻ്റെ മനസ്സിൽ കുറച്ച് ദൃഢനിശ്ചയങ്ങളുണ്ട്. അതൊക്കെ എനിക്ക് നടപ്പിലാക്കണമെങ്കിൽ വേണ്ട, ഇത് പറ്റില്ല, നീ എന്നെ ഇനി വിളിക്കരുത്. പിന്നെ വേണുവിനും രേവതിക്കും എവിടെന്നെങ്കിലും തല്ല് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അർഹത ഉള്ള തല്ല് തന്നെയാണ്. അത് അവർക്ക് ആവശ്യമുള്ള തല്ല് തന്നെയാണ്. അതുകൊണ്ട് നീ അതോർത്ത് സങ്കടപ്പെടുകയൊന്നും വേണ്ട. ഞാൻ പറഞ്ഞു, നിന്റെ അമ്മായി അച്ഛനോ നിന്റെ അമ്മായി അമ്മയാണ്, അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ നീ പോയി അന്വേഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നന്ദു പോലീസ് യൂണിഫോം ഇടുവാണ്. കനകയ്ക്കും ഗോവിന്ദനും വല്ലാത്ത സന്തോഷമായിട്ടോ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും. കനകയും ഗോവിന്ദനും ഇങ്ങനെ മോളെ തന്നെ നോക്കുകയാണ്. ഏതായാലും നിന്റെ സ്വപ്നം പൂ അണിഞ്ഞല്ലോ മോളെ. അങ്ങനെ പോലീസ് യൂണിഫോം ഇട്ട് കാണാനൊക്കെ ഒരു ലുക്ക് ഉണ്ട് കേട്ടോ നമ്മുടെ നന്ദുവിനെ. അങ്ങനെ പോലീസ് യൂണിഫോത്തിൽ നിന്ന് തന്നെ അച്ഛനും അമ്മയും എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് രണ്ടുപേരുടെയും അനുഗ്രഹം മേടിക്കുകയാണ്. അപ്പോഴും ഗോവിന്ദൻ ഒന്ന് മാത്രമേ പറയാനുള്ളൂ, മോളെ നീ സൂക്ഷിക്കണം. എടുത്തുചാട്ടത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ട് ഇല്ലച്ചാ, എടുത്തുചാട്ടത്തിന് ഈ ചോരതിളപ്പിന് ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഞാൻ ഒരു നല്ല പോലീസുകാരനായിരിക്കും, നല്ലൊരു SI ആയിരിക്കും. എൻ്റെ ജനങ്ങൾ എൻ്റെ പ്രജകളാണ്. അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അത് പരിഹരിക്കും. ഞാൻ നീതിക്ക് വേണ്ടിയും ന്യായത്തിന് വേണ്ടിയും ഞാൻ നിലനിൽക്കും. അല്ലാതെ ഒരിക്കലും തെറ്റിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല, ഒരിക്കലും. ഏതായാലും മോളിപ്പോ ഈ അച്ഛൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ട്. അങ്ങനെ നന്ദുവിനെ കെട്ടിപ്പിടിച്ച് നമ്മുടെ കനകി ഒരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, എങ്ങോട്ടേക്കാ പോകുന്നത്? അനന്തപുരി തറവാട്ടിലേക്ക് പോകണം, മുത്തശ്ശനെ ഒന്ന് കാണണം, അനുഗ്രഹം മേടിക്കണം. മുത്തശ്ശൻ കാരണം ഞാൻ ഇവിടെ നിൽക്കുന്നത്. അന്ന് ആ മധുസൂദനെ അവിടുന്ന് പറഞ്ഞു വിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഈ പോലീസ് യൂണിഫോം ഇടില്ലായിരുന്നല്ലോ അമ്മേ. അപ്പൊ പിന്നെ മുത്തശ്ശനോടല്ലാതെ വേറെ ആരോടാണ് ഞാൻ കടപ്പെട്ടിരിക്കേണ്ടത്? അതുകൊണ്ട് അവിടെ ചെന്ന് കണ്ട് മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും പിന്നെ ചേച്ചിയുടെയും ആദർശേട്ടന്റെയും നവ്യേച്ചിയുടെയും ഒക്കെ അനുഗ്രഹം മേടിക്കണം. എല്ലാവരോടും ഞാൻ ഈ പോലീസ് യൂണിഫോം എല്ലാവർക്കും എന്നെ ഈ പോലീസ് യൂണിഫോത്തിൽ കാണാൻ ആഗ്രഹം കാണുമല്ലേ? എല്ലാവരെയും ഞാനൊന്ന് പോയി കാണിക്കണ്ടേ? പിന്നെ ചിലവരെയൊക്കെ അടക്കി ഭരിക്കണം, ചിലവരുടെയൊക്കെ കള്ളത്തരങ്ങളൊക്കെ വെളിയിൽ കൊണ്ടുവരണം. അതിനും കൂടി ചേർന്ന ഞാൻ ഈ യൂണിഫോം ഇട്ട് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് നമ്മുടെ നന്ദു പോവുകയാണ്. ഒരു അടിപൊളി SI ആയിട്ട് തന്നെയാണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ നമ്മുടെ നന്ദുവിന് നന്നായിട്ട് ആ യൂണിഫോം ചേരുന്നുണ്ട്. ഏതായാലും നന്ദു നേരെ ചെല്ലുകയാണ് അനന്തപുരി തറവാട്ടിലേക്ക്. അങ്ങനെ അനന്തപുരി തറവാട്ടിലേക്ക് കയറി ചെല്ലുന്നു. അപ്പോഴത്തേക്കും തന്നെ പെട്ടെന്ന് നമ്മുടെ ദേവയാനിയും നയനയും അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ നന്ദു ഓടി ചെല്ലുന്നതും നയന പെട്ടെന്ന് കണ്ടു ഞെട്ടിപ്പോണ്. ഇത് ആരിത്, നന്ദുമോളോ എന്നും പറഞ്ഞിട്ട് ഓടി ചെന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട്, മോളെ സത്യമായിട്ട് എനിക്ക് വേഷം നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ, എനിക്കങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേവയാനും, അതെ അതെ മോളെ നിനക്ക് ഈ വേഷം നന്നായിട്ട് ചേരുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ജലജ ഇങ്ങ് ഇറങ്ങി വന്നില്ലേ. ജലജ ഇറങ്ങി വന്നിട്ട്, ചേരും നന്നായിട്ട് ചേരും. അതെ, വല്ല ഗുണ്ടകളുടെയോ രാഷ്ട്രീയക്കാരുടെയോ ഒക്കെ അടി കൊള്ളാതെ സൂക്ഷിച്ചാല് നിനക്ക് കൊള്ളാം. നീ പെണ്ണാണെന്നുള്ള കാര്യം നീ മറക്കരുത്. മറ്റുള്ളവർക്ക് നീ പെണ്ണാണെന്നറിയാം, പക്ഷെ നീ അത് മറന്ന് ആണിന്റെ രീതിയിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല മൂലയ്ക്കും കയറി കിടക്കേണ്ട വരും, വല്ല സസ്പെൻഷനും കിട്ടി. ഇത് കേട്ടതും നമ്മുടെ നയനയ്ക്ക് ദേഷ്യം വന്നിട്ട് നയന പറഞ്ഞു, എന്താ അപ്പച്ചി ഇത്? അവൾ ഇന്നൊരു നല്ല കാര്യത്തിന് ഇറങ്ങല്ലേ? അവൾ ആദ്യമായിട്ട് ഇന്ന് യൂണിഫോം ഇട്ട ദിവസമല്ലേ? അവൾ ഇന്ന് ആദ്യമായിട്ട്
പോലീസ് സ്റ്റേഷനിൽ പോവല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദു പറഞ്ഞു, പറയട്ടെ പറയട്ടെ ചേച്ചി, പറയട്ടെ, പറയാനുള്ളവർ പറയട്ടെ. പിന്നെ ഈ യൂണിഫോം ഇട്ട് ഞാൻ സസ്പെൻഷൻ മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് സഹിച്ചോളാം. ഇനി സസ്പെൻഷൻ മേടിക്കുന്നത് അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ ആയിരിക്കും. ചില രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടേ, ഒരുപാട് പേര് പിടിബലമുള്ളവര്, അവര് കള്ളന്മാരെയും അനുയായികളെയൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ചിലപ്പോൾ വന്നെന്നിരിക്കും. ചിലപ്പോൾ അതിനെ ഞാൻ എതിർത്തെന്നും ഇരിക്കും. അതിന്റെ പേരിൽ എനിക്ക് സസ്പെൻഷൻ കിട്ടി എന്ന് പറഞ്ഞാലും യാതൊരു കുഴപ്പമില്ല. അല്ല, അപ്പച്ചിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എല്ലാവരും ഒന്ന് സൂക്ഷിച്ചോ, എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഈ സ്റ്റേഷനിലാണ് എനിക്ക് ജോലി കിട്ടിയിരിക്കുന്നത്. പല തെളിയാതെ കിടക്കുന്ന കേസുകളും തെളിയിക്കാനും എന്നെ കൊണ്ട് പറ്റും. ഏതായാലും ഇത് കേട്ട ഉടനെ ജല ചോദിക്കുക, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞത് എന്താണെന്ന് അപ്പച്ചിക്ക് മനസ്സിലായില്ലേ? മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പച്ചി. അപ്പച്ചിക്ക് മനസ്സിലായെങ്കിൽ അപ്പച്ചി അത് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. ഏതായാലും ഞാൻ മുത്തച്ഛനെ ഒന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞ് നേരെ ചെല്ലുക. ഇത് കണ്ടിട്ട് ജലജയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ജലജ, ഇനി ഇവളുടെ എന്തൊക്കെ വേഷം കെട്ടലുകൾ കണ്ടാലാ, എന്റെ ഈശ്വര, ഇനി ഇതൊക്കെ കാണേണ്ടി വരുമല്ലോ. എന്റെ മോളെ ഇനി എന്ത് ചെയ്യും? അനാമിക പറയാ, എന്ത് ചെയ്യാനാ, അതൊക്കെ കാണാനല്ലാതെ വേറെ എന്ത് ചെയ്യാനാ? പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവള് ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നത് തന്നെ നമ്മളെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താനും നാണം കെടുത്താൻ വേണ്ടി തന്നെയാ. അപ്പോഴത്തേക്കും ജാനകിയും പറയാ, അതെ അതെ, ദൈവമേ, അധികകാലം അവള് യൂണിഫോം ഇട്ടുകൊണ്ട് നടക്കരുതേ എന്നൊക്കെ. അങ്ങനെ മുത്തശ്ശിയുടെ എടുത്ത് ചെന്നിട്ട് നമ്മുടെ നന്ദു ഒരു അനുഗ്രഹമൊക്കെ മേടിക്കുക. ഈ പോലീസ് വേഷത്തിൽ കണ്ടപ്പോൾ തന്നെ മുത്തശ്ശൻ പറഞ്ഞു, അയ്യോ നന്ദു, നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട് മോളെ. നന്ദു മോളെ, നീ നല്ലൊരു പോലീസ് ഓഫീസർ ആകട്ടെ. നീ നിന്റെ ജനങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന നല്ലൊരു പോലീസ് ഓഫീസർ ആകണം. നീതിയും അനീതിയും അത് നീ തിരിച്ചറിയണം. അനീതി കണ്ടാൽ അവിടെ പ്രതികരിക്കണം. നീതി കിട്ടേണ്ടവർക്ക് നീതി മേടിച്ചു കൊടുക്കണം. ഒരിക്കലും തെറ്റിനെ പ്രോത്സാഹിപ്പിക്കരുത്. ഇതൊക്കെയാണ് ഈ മുത്തച്ഛന് തരാനുള്ള ഉപദേശം. ഈ മുത്തച്ഛന്റെ ഉപദേശം ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് സ്വീകരിച്ചു കഴിഞ്ഞു. എപ്പോഴേ സ്വീകരിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിക്കുക, എൻ്റെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിക്കുക. അതുമാത്രം ഇനി എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. എല്ലാവരും എന്നെ അനുഗ്രഹിച്ചല്ലോ, മനസ്സ് നിറഞ്ഞു. മാത്രമല്ല മുത്തച്ഛനോട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. മുത്തച്ഛനില്ലായിരുന്നെങ്കിൽ ആ മധുസൂദൻ എന്നെ അവിടെ ഇട്ട് ഒരു പരിധിയാക്കിയനെ. സഹിയിട്ട് ഞാൻ മിക്കവാറും ഇപ്പൊ ഇവിടെ വന്നിരിക്കേണ്ട അവസ്ഥ വന്നേനെ. മുത്തച്ഛൻ കാരണമാണല്ലോ സത്യത്തിൽ എനിക്ക് ഈ ഒരു യൂണിഫോം ഇടാനുള്ള ഒരു യോഗം ഉണ്ടായത്. അത് മുത്തച്ഛന്റെ ഫുള്ള് ക്രെഡിറ്റ് ഒന്നും ആയിട്ട് നീ എടുക്കണ്ട. നിനക്കും അതിനുള്ള കഴിവുണ്ട് മോളെ. അതുകൊണ്ടാ നീ പ്രയത്നിച്ചു, നിന്റെ സ്വപ്നം നീ സഫലമാക്കി. ഇങ്ങനെ വേണം പെൺകുട്ടികളായ നിന്നെ കണ്ടു പഠിക്കണം. ഏതായാലും നമ്മുടെ അനിയും നന്ദുവിനെ കാണുന്നുണ്ട് കേട്ടോ. നന്ദുവിനെ കണ്ണുകൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. നമ്മുടെ അനിക്കും നല്ല സന്തോഷമുണ്ട്. ഇത് കണ്ടിട്ട് അനാമികയ്ക്ക് നല്ല ദേഷ്യവുമുണ്ട്. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. നേരെ നമുക്ക് അനാമികയുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലാം. അവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിരിക്കുകയാണ്. വേറൊന്നിനുമല്ല, പ്രൊട്ടക്ഷൻ അവർക്ക് ആവശ്യമാണ്. കേസൊന്നും കൊടുക്കുന്നില്ല, ചെറിയൊരു പ്രൊട്ടക്ഷൻ വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രൊട്ടക്ഷന്റെ ആ ഒരു ഇത് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വരുന്നു, അവിടുത്തെ പോലീസിനെ കാണുന്നു, സംസാരിക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ പോലീസുകാരൻ പറയുന്നുണ്ട്, നിങ്ങൾ കേസ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത്രയൊക്കെ തല്ലി ചതച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും എന്തെങ്കിലും ചെയ്യില്ല എന്ന് ആര് കണ്ടു? എത്ര പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വരാനുള്ളത് നിങ്ങൾക്ക് തന്നെ വരും. അതുകൊണ്ട് മിക്കവാറും കേസ് കൊടുത്ത് ഈ കേസിൽ ആരാണോ പ്രതി അവരെ പിടിച്ച് ജയിലിലിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റുമോ? അപ്പോഴത്തേക്കും അതൊക്കെ ശരിയാണ്. ഏതായാലും ഇത് പുതിയ SI ചാർജ് എടുക്കുന്നല്ലേ പറഞ്ഞത്? അതെ, ഇന്നിവിടെ ഒരു പുതിയ SI ചാർജ് എടുക്കാൻ പോവാണ്. പുള്ളിക്ക് ആദ്യ പോസ്റ്റ് ഇവിടെയാന്നാ തോന്നുന്നത്. ആദ്യ പോസ്റ്റ് അങ്ങണ്ട. ഏതായാലും ഞങ്ങൾക്ക് SIനെ ഒന്ന് കാണണം. അങ്ങനെ രേവതിയോട് പറയാ, SIനെ കണ്ടാൽ മാത്രം പോരാ, എന്തെങ്കിലുമൊക്കെ പൈസ കൊടുത്ത് അവനെ നമ്മുടെ വശത്താക്കണം. നമ്മുടെ കൂടെ നിൽക്കുന്നതാണെങ്കിലേ നമുക്ക് ഒരു പിടിബലമല്ലേ എന്ന്. ഏതായാലും SI നന്ദു ആണെന്ന് അറിയുന്നില്ലല്ലോ. അങ്ങനെ നമ്മുടെ നന്ദു പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് തൊപ്പിയൊക്കെ എടുത്ത് അവിടെ ഇരുന്ന് ASIക്കോ അത് ഇൻസ്പെക്ടറിനാണോ എന്തോ ഒരു സല്യൂട്ടൊക്കെ കൊടുത്തിട്ട് നമ്മുടെ നന്ദു ഇങ്ങ് വരികയാണ് കേട്ടോ. ഏതായാലും നന്ദു വരുന്നത് പുതിയ SI വരുന്നുണ്ടെന്ന് ആ പോലീസുകാരൻ പറഞ്ഞു അവിടെ ഇരുന്ന്. അത് കണ്ടിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും വരുന്നത് ആരാണ്? നമ്മുടെ നന്ദു. ഇത് കണ്ടിട്ട് വല്ലാത്തൊരു ഞെട്ടിയാണ് കേട്ടോ. നമ്മുടെ മധുസൂദനല്ലല്ലോ, വേണുവും രേവതിയും ഇരിക്കുന്നത്. അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് കേട്ടോ. അവര് വന്ന് ചാടിയിരിക്കുന്നത് വലിയൊരു കുഴിയിലേക്കാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല. കാത്തിരുന്ന് തന്നെ കാണാം. എല്ലാവരും കാത്തിരിക്കും. ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ റിയൽ സ്റ്റോറിക്കകത്ത് അലീനയുടെ ഇന്നത്തെ ഫുൾ വിശേഷവുമായിട്ട് വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.